ഹലോ നമസ്കാരം. ജോബിൻ മാജിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് തൃശ്ശൂർ മണ്ണുത്തിയിൽ പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് ഉള്ളിലേക്ക് വന്നിട്ട് കല്ലിങ്കൽ പ്ലാന്റേഷൻ ആൻഡ് ഫാം ആൻഡ് നഴ്സറി. അപ്പോൾ ഈ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫാമും നഴ്സറിയും കൂടി 20 ഏക്കറിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യണത്. പിന്നെ ഇവിടെ മനോഹരമായിട്ടുള്ള കുറേ ബേർഡ്സ്, പിന്നെ എനിക്കിവിടെ ഇഷ്ടപ്പെട്ടത് തന്നെ റെഡ് പാംസ്, പിന്നെ കവുങ്ങുകൾ, പിന്നെ ജാതിക്കമരം, അങ്ങനെ ഒരു നമുക്ക് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അല്ലെങ്കിൽ ഒരു ഫാമും നഴ്സറിയും എനിക്ക് തോന്നുന്നു കേരളത്തിലോ അല്ലെങ്കിൽ തൃശ്ശൂരോ കേരളത്തിലോ ഉണ്ടാവില്ല. അത്രയും മനോഹരമായിട്ട് ഞങ്ങളുടെ അകത്ത് വന്നിട്ട് എക്സൈറ്റഡായി. നമുക്ക് അതിൻ്റെ ഓണറായിട്ടുള്ള സ്വപ്ന മേഡത്തെ അടുത്തുനിന്ന് സ്വപ്ന മേഡയുടെ വാക്കുകളിലേക്ക് ഒന്ന് പോവാം. മേഡം നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഈ ഒരു നഴ്സറി മാഡം ഇത് നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഈ കുറേ കാര്യങ്ങൾ കണ്ടെത്തണമല്ലോ. മെയിനായിട്ട് ഇപ്പോൾ നഴ്സറി വിഭാഗം അല്ലെങ്കിൽ ജാതിക്ക് ഞങ്ങൾ കണ്ടു, കുറച്ച് ഈ ബഡ്ഡിങ് ചെയ്തിട്ടുള്ളതും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ മാഡം എങ്ങനെയാണ് ഇപ്പോൾ ഇത്രയൊരു യൂണീക്കായിട്ട്, പിന്നെ ഞാൻ അകത്ത് വന്നപ്പോൾ തന്നെ ഒരു എല്ലാത്തിനും ഒരു വൃത്തിയും വെടുപ്പും, ഒരു ഹൈജീനിക്ക്, മെയിനായിട്ട് എല്ലാം ക്ലീൻഡാണ്. റോഡായിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും. പിന്നെ ചെടികൾ തന്നെ ഈ റെഡ് പാംസ് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള അതിമനോഹരമായിട്ട്. അപ്പോൾ അതിനെ പറ്റിയൊന്ന് വിശദീകരിക്കും, അത് എങ്ങനെയാണ് ഇതിൻ്റെ ഫാമും നഴ്സറിയും കൂടി കൊണ്ടുപോകുന്നത്? നമസ്കാരം. ഈ ഒരു പറമ്പിൻ്റെ, എൻ്റെ പേര് സ്വപ്ന എന്നാണ്. ഈ ഒരു പറമ്പിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ് സിബി കല്ലിങ്കിലായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഹീ ഈസ് നോട്ട് ദെയർ വിത്ത് അസ് ടുഡേ. ആളിപ്പോൾ ഒരു വർഷമായി ആൾ മരിച്ചിട്ട്. ആളൊരു ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. ആളാണ് ഇതിൻ്റെ തൂണും തുരുമ്പും ആളാണ്. ഞാൻ കല്യാണം കഴിച്ച് വന്ന സമയത്ത് എന്താ പറയുക, ഈ പറഞ്ഞ ഒരു കവുങ്ങോ ഒരു മുളകോ എന്താണെന്ന് അറിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഞാൻ കടന്നു വന്നത്. അവിടുന്ന് ഇന്ന് ഞാൻ ഈ ഫാം കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് എന്നെ ട്രെയിൻ ചെയ്തതും എന്നെ ഇതിലേക്ക് കൃഷിയിലേക്ക് കൊണ്ടുവന്നതും ഇത് പൂർണ്ണമായിട്ട് പറഞ്ഞു തന്നത് സിബ്. അപ്പം ആളെ മറന്നിട്ടൊരു കൃഷിയോ ആളെ മറന്നിട്ടൊന്നുമില്ല. കല്ലിങ്കൽ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അത് സിബി കല്ലിങ്കലാണ്. ടുഡേ ആളുടെ ഒരു സ്വപ്നങ്ങൾ, ആളുടെ ഒരു ആഗ്രഹങ്ങൾ, ആളുടെ ഒരു എന്താ പറയുക, ഒരു ഡ്രീം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ദൗത്യം. അതാണ്, ദാറ്റ് ഇസ് വാട്ട് ഐ എം ഡൂയിങ് ടുഡേ. പിന്നെ നമ്മളിപ്പോൾ ഞാൻ നഴ്സറി ഇപ്പോൾ നമ്മൾ കുറച്ച് ചെടികളെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഫാമിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ ഒരു വൈറ്റ് ഹോഴ്സ് അല്ലെങ്കിൽ വെച്ചൂർ പശു ഇതൊക്കെ കണ്ടു. അപ്പോൾ എങ്ങനെയാണ്, പിന്നെ മൊയലിനെ കണ്ടു. ഈ ഒരു മൊയൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഫാറ്റി ആയിട്ടുള്ളൊരു റാബിറ്റ് എന്ന് പറയും. അപ്പോൾ അത് അങ്ങനത്തെയൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്തിട്ട് ഈ ഫാമിലേക്ക് കൊണ്ടുവന്നത്? അത് നിങ്ങൾ സ്വന്തമായിട്ട് ഇത് എങ്ങനെയും അത് എങ്ങനെയാണ് അതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ, ഈ ഒരു ഫാമിൻ്റെ ഒരു ഡീറ്റെയിൽസ്? ഈ കല്ലിങ്കൽ പ്ലാന്റേഷൻ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇൻറ്റഗ്രേറ്റഡ് ഫാമാണ്. വേറെ നമുക്ക് കൃഷി, പ്ലാന്റും ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി ഉണ്ട്, ഫിഷ് ഉണ്ട്. ഇത് സംയുക്തമായിട്ട് കൊണ്ട് നടക്കുന്നതാണ് കല്ലിങ്കൽ പ്ലാന്റേഷൻ. നമ്മുടെ പ്ലാന്റേഷൻ്റെ ഒരു ഹൈലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ തെങ്ങ്, ജാതി, കവുങ്ങ്, കുരുമുളക്, മാവ്, പ്ലാവുകൾ, പിന്നെ കൊക്കോ ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, വാഴകളുണ്ട്. ഇതെല്ലാം നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ആനിമൽസിനെ ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ അവരെ വളർത്തുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഫാമിൻ്റെ ഒരു വാല്യൂ ആഡഡ് ആയിട്ടാണ് നമ്മൾ ഈ നഴ്സറി കൊണ്ടു നടക്കുന്നത്. അല്ലാണ്ട് നമുക്കിവിടെ ഈ കല്ലിങ്കൽ പ്ലാന്റേഷൻ അല്ലെങ്കിൽ നഴ്സറിയിൽ നമുക്ക് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഇല്ല. പുറത്തുനിന്ന് അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെ നഴ്സറീസിൽ നിന്ന് മേടിച്ച് ഇവിടെ വെച്ചിട്ട് നമ്മൾ കൊടുക്കണില്ല. നമ്മുടെ തെങ്ങിൻ്റെ തെങ്ങൻ തൈ, നമ്മുടെ ജാതിയുടെ ജാതിത്തൈ, നമ്മുടെ കവുങ്ങിൻ്റെ അടയ്ക്കാത്തൈ, പിന്നെ നമ്മുടെ ഇവിടെ എന്താ പറയുക പഴയ കാലത്തെ നാടൻ മാവുകൾ, പ്ലാവുകൾ, അതൊക്കെ ബഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇവിടെ തന്നെ നമ്മളത് ഉൽപ്പാദിപ്പിക്കുന്നു, കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 100% ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് ചെടികൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കൃഷിക്കാരി എന്ന നിലയിൽ നമ്മൾക്ക് 10 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം നമുക്ക് 20 രൂപയ്ക്ക് കിട്ടുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു ബെറ്റർ അഡ്വാൻറ്റേജ്. നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേജിലാണെങ്കിലും നമുക്കൊരു ബെനിഫിറ്റ് ആയിരിക്കും. അതാണ് കല്ലിങ്കൽ പ്ലാന്റേഷനെ കുറിച്ച്. ഫാം എന്ന് പറയുമ്പോൾ ഈ ഫാം ഒരു ദിവസമോ 2 ദിവസം കൊണ്ടൊന്നുമല്ല. ഈ ഫാം ഒരു 10-20 വർഷം കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പതുക്കെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. ആദ്യം ഒരു കുതിരയായിരുന്നു. പിന്നെ ഇപ്പം നിൽക്കുന്നത് 4 കുതിരകളിൽ അമ്മയും 3 കുട്ടികളുമാണ്. ഞങ്ങളൊരു 4 കുതിരകളെ കൊടുത്തിട്ടുണ്ട്. മെയിൽ ഹോസ് നമ്മളിവിടെ നിർത്താറില്ല, മെയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവർ 6 ബ്ലഡ് ലൈൻ വൈറ്റ് ആണ്, ഫാദർ മദർ. അപ്പോൾ ഇവിടെ ഉണ്ടായ എല്ലാ കുട്ടികളും വൈറ്റ് കുതിരകളാണ്. പിന്നെ പശു ആണെങ്കിലും എല്ലാം കുറേശ്ശെ 1 by 1 വന്നിട്ടുള്ളത്. ഒരു കൂട്, ഒരു കിളി, അടുത്ത കിളി, അങ്ങനെ ഒരു 20 ഇയേഴ്സും കൊണ്ട് നമ്മളത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫാമാണിത്. പിന്നെ നമ്മൾ നടക്കുമ്പം ഓൾ ഓവർ കേരള അല്ലെങ്കിൽ പല സ്റ്റേറ്റ്സിൽ നമ്മൾ പോകുമ്പം അവിടുത്തെ ബെസ്റ്റ് നമ്മൾ എന്ത് കാണുന്നു, വി ട്രൈ ടു അക്വയർ ഇറ്റ്. അങ്ങനെയാണ് ഈ മൊയിലുകളൊക്കെ ആണെങ്കിൽ എല്ലാം ഹൈബ്രിഡ് മൊയിലുകളാണ്. ഒരു 5-6 വെറൈറ്റി മൊയിലുകളുണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ളത് നാടൻ മൊയിലുകളല്ല, എല്ലാം വലിയ ബണ്ണി റാബിറ്റ്സ്, വലിയ വെയിറ്റ്, ഒരു 4.5 കിലോ 5 കിലോ തൂക്കം വരുന്ന മൊയിലുകളാണ്. അതാണെങ്കിലും കൊല്ലാനൊന്നും നമ്മളിവിടെ കൊടുക്കാറില്ല. നമ്മൾ കൊല്ലുമില്ല, നമ്മൾ എന്താ പറയുക ഇറച്ചിക്കായിട്ട് കൊടുക്കില്ല. ഇങ്ങനെ വളർക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുള്ള സമയത്ത് നമ്മളത് കൊടുക്കാറുണ്ട്.
ഓക്കെ മാഡം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ കവുങ്ങുകൾ അല്ലെങ്കിൽ എല്ലാം ചെടികൾ ഇപ്പോൾ കുറേ ജാതിക്ക ആയിക്കോട്ടെ, അപ്പോൾ ഇതിൽ നിന്ന് കുറേ നമുക്കതിൽ നിന്ന് അതിൻ്റെ ഫലങ്ങൾ കിട്ടുമല്ലോ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ജാതിക്ക കുറേ ഉണ്ടാവുന്ന സീസണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നണത് ഇതിൻ്റെ ഈ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്ട്സ് അതെങ്ങനെയാണ്. ഇപ്പോൾ ചെടികൾ നേരത്തെ മാഡം പറഞ്ഞു സെയിൽ ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് കസ്റ്റമേഴ്സിന് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഇത്ര അധികം 20 ഏക്കറിൽ നിൽക്കുമ്പോൾ ധാരാളം ഇതിൻ്റെ ഒരു ഫലങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നു മാഡം? അത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അത് വേറെ പുറത്ത് ആൾക്കാരും കൊടുക്കുന്നുണ്ടോ? അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? നമ്മുടെ ഇവിടെ ഇപ്പോൾ തേങ്ങ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിയുമ്പം, നമ്മൾ തേങ്ങ ഇറക്കി കഴിയുമ്പം ഏറ്റവും നല്ല നാളികേരം എടുത്ത് നമ്മൾ വിത്ത് പാകും. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ്, അതിൽ നമ്മൾക്ക് സാധാരണ വെളിച്ചെണ്ണ നമുക്ക് ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കൊടുക്കാറുണ്ട്. അപ്പം സെക്കൻഡ് സെറ്റ് നമ്മളത് എടുത്ത് നമ്മൾ പൊതിച്ച്, നമുക്കൊരു ഡ്രയറുണ്ട്, ഉണക്കാനുള്ള സിസ്റ്റമൊക്കെ ഉണ്ട്. അപ്പം 100% ഓർഗാനിക്കായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതാണ് നമ്മളിങ്ങനെ തേങ്ങയായിട്ടോ അല്ലെങ്കിൽ വെട്ടിത്തൂക്കായിട്ടോ നമ്മൾ കൊടുക്കും. അതിനിവിടെ റെഗുലർ ബയേഴ്സ് ഉണ്ട്. ബിക്കോസ് നമ്മുടെ തെങ്ങ് വെച്ച് ഓൾമോസ്റ്റ് ഒരു 50 ഇയേഴ്സ് പഴക്കമുള്ള തെങ്ങാണ്. നാടൻ തെങ്ങുകൾ, അതിൻ്റെ പേരിൽ ഓയിൽ കണ്ടൻറ്റ് ഭയങ്കര കൂടുതലാണ് ഇവിടുത്തെ തേങ്ങയ്ക്ക്. അപ്പോൾ നമുക്ക് എത്ര ചെറിയ തേങ്ങയാണെങ്കിലും അതിനൊരു ബയർ നമുക്കുണ്ട്, സ്റ്റഡി ബയേഴ്സ് ഉണ്ട്. ജാതിക്ക ആണെങ്കിലും, ജാതിക്ക നമുക്കൊരു 365 ഡേയ്സ് സീസണാണ്. സോ ഇപ്പം ഓഫ് സീസണാണ്, ശരിക്കും നമുക്ക് സീസൺ കഴിഞ്ഞു. എന്നിരുന്നാലും വീക്ക്ലി വൺസ് നമുക്ക് പോയിട്ട് ജാതിക്ക പെറുക്കാനുണ്ടാവും. ഇപ്പം നമ്മൾ ജാതിക്ക, നമുക്ക് 2 ഡ്രയറുണ്ട്. നമ്മളത് ഈക്വലായിട്ട് ഡ്രൈ ചെയ്യും, നന്നായി ഉണക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും. ജാതിക്കയായിട്ട് സ്റ്റോർ ചെയ്യും, ജാതി പത്രിയായിട്ട് സ്റ്റോർ ചെയ്യും. ഇത് സ്റ്റോർ ചെയ്തിട്ട് വി വിൽ വെയിറ്റ് ഫോർ എ ബെറ്റർ പ്രൈസ്. നമുക്കിപ്പോൾ സീസണിൽ എപ്പോഴും നമ്മുടെ പ്രൊഡ്യൂസിന് വില കുറവായിരിക്കും. അപ്പം നമ്മളത് ഓഫ് സീസണിലേക്ക് വെയിറ്റ് ചെയ്യും. ഇത് ഡ്രൈ ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് കഴിയുമ്പം ഓഫ് സീസൺ വരുമ്പോൾ നമുക്ക് വില കൂടുതൽ കിട്ടുമ്പം നമ്മൾ ആ സമയത്ത് അത് ഡിസ്പോസ് ചെയ്യും. സെയിം പോലെ തന്നെയാണ് നമ്മൾ അടക്കയും കുരുമുളകും. അതാത് സീസണിലെല്ലാം ഹാർവെസ്റ്റ് ചെയ്യും. എന്നിട്ട് വി ഹാവ് സ്റ്റഡി ബയേഴ്സ് ഫോർ എവറിത്തിങ്. അടക്ക മേടിക്കാനുള്ള ആൾക്കാരുണ്ട്, കുരുമുളകിന്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് മേടിക്കും. അപ്പം നമ്മളത് ഡ്രൈ ചെയ്ത്, എങ്ങനെ നമ്മൾ നന്നായി ഉണക്കണം. ഡ്രൈയിങ് കാലം എവിടെയെങ്കിലും ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് കേടുവന്ന് പോകും. നന്നായി ഉണക്കി നന്നായി സ്റ്റോക്ക് ചെയ്ത് നമുക്ക് അതിന് ഗോഡൗണിലുണ്ട് സ്റ്റോക്ക് ചെയ്തിട്ട് നല്ല പ്രൈസ് വരുമ്പം നമ്മളത് കൊടുക്കും. ഓക്കെ മാഡം. അപ്പോൾ നമ്മൾ ഇത്ര നേരം മാഡത്തിൻ്റെ ഈ ഒരു ചെറിയ എന്താ പറയുക ഈ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ ജോബ് ആൻഡ് മാജിക് വേൾഡ് എന്ന ചാനലിൽ നീക്കി വെച്ചിട്ട് താങ്ക് യു. അപ്പോൾ എനിക്ക് വ്യൂവേഴ്സിനോടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നമ്മൾ ഇനിയിപ്പോൾ അടുത്തത് പോകുന്നത് നമ്മൾ ഈ ഫാമിൻ്റെ നഴ്സറിയുടെ കാഴ്ചകളിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഫാമിൻ്റെ അകത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വെച്ചൂർ പശു ഉണ്ട്. ഇത് കേരളത്തിൽ തന്നെ നമുക്ക് ഈ വെച്ചൂർ പശു കുറച്ച് ലിമിറ്റഡ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഫാമിൽ ഇപ്പോൾ തൃശ്ശൂർ തന്നെ ഈ ഒരു ഫാമിൽ ഇത് കിട്ടുന്നത് ഇതാണ് 2 എണ്ണം. ഇതിപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്നത്, വെച്ചൂർ പശുവാണ് ഇത്. അപ്പോൾ ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് അതിന് വ്യത്യാസവും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഫാമിൻ്റെ അകത്തേക്ക് കിടന്നു. അപ്പോൾ ഇവിടെ കുറച്ച് മൊയിലുകളുണ്ട്, ഹൈബ്രിഡ് ആയിട്ടുള്ള മൊയിലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബണ്ണി ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണും. ഇപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു മൊയിൽ, റാബിറ്റ് കണ്ടോ, ഇത് കുറച്ച് ഇങ്ങനെ ഒരു ബണ്ണിയാണ്, അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പുതപ്പ് പോലെ ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്. പിന്നെ അതിൻ്റെ സ്കിന്ന് ശ്രദ്ധിച്ചാൽ ഇത് കണ്ടോ എന്ത് രസമായിട്ടാണ് അതിൻ്റെ രോമം കണ്ടോ, വളരെ ഇത് അധികം തൊടണ്ട, അത് മാന്തുന്നാണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്കുണ്ട് ആൾ പറയണം. അപ്പോൾ ഇതിന് വെറൈറ്റി ആയിട്ടോ മൊത്തം കളക്ഷൻ. പിന്നെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, വേണ്ട റാബിറ്റ്സിൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ചെറിയൊരു ബോക്സിലുണ്ട്. ഞങ്ങൾ ഇതിൽ എടുക്കുമ്പോൾ കുറച്ച് അത്ര പെർഫെക്ഷൻ കിട്ടില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിൽ ഗോപ്രോ എടുക്കുന്നതുകൊണ്ട് അത്ര ഇത് കിട്ടില്ല. പക്ഷേ എന്നാലും ഇവിടെ ഫുള്ള് മൊയിലിൻ്റെ ഒരു കളക്ഷൻ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മറ്റേ ഈ കല്ലിങ്കൽ പ്ലാന്റേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഒരു 2 ഡോഗ്സാണ് ഇപ്പോൾ ഉള്ളത്. ഡോഗ്സിൻ്റെ ഒരു അവർ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഇത് പാകിസ്ഥാൻ പുള്ളിക്കുട്ടൻ, പാകിസ്ഥാൻ വെറൈറ്റി കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ ജർമ്മൻ ഷെപ്പേർഡ് അല്ലേ, ജർമ്മൻ ഷെപ്പേർഡും ഉണ്ട്. ഇതൊരു ജർമ്മൻ ഷെപ്പേർഡ്, ആള് പുലിയാണല്ലോ കണ്ട, ആള് കുറച്ച് വയലന്റ് മൂടാണ്. ഞങ്ങൾ അടുത്തേക്ക് ചെന്ന ചെയ്യില്ലല്ലോ, ആള് കുറച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു ഫാമിൻ്റെ അകത്താണ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാഴ്ചകൾ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് ഹോഴ്സാണ്, വൈറ്റ് ഹോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കേജാണ് ഇപ്പോൾ നമ്മുടെ ബാക്കിലുള്ളത്. ഒരു 1 2 3 4 കേജ് ഉണ്ട്. ഹോഴ്സ് അവിടെ ഉണ്ട്. കുറച്ചങ്ങനെ നടന്നു പോയിക്കണം, നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വൈറ്റ് ഹോഴ്സ്, അതായത് 2 എണ്ണം കേട്ടോ, 2 അല്ല 3 എണ്ണം പോണു വേണ്ട. നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റില്ല, നമ്മൾ പുറമേ നിന്ന് വന്നതുകൊണ്ട് ഹോഴ്സിന് അത്ര പരിചയമില്ലാത്തതുകൊണ്ട്
കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് ഹോഴ്സ് ഇപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ വൈറ്റ് ഹോഴ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കേരളത്തിൽ വളരെ അപൂർവം ഫാമിൽ ഇങ്ങനത്തെ ഒരു സംഗതി കാഴ്ച കാണാൻ പറ്റുള്ളൂ. അതിമനോഹരം എടുത്തിട്ടുണ്ട്. ഇതിന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ജാതിക്ക മരങ്ങളാണ്. ജാതിക്ക മരം അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ആൾ നടക്കുന്നത് കണ്ടോ. എൻ്റെ നേരെ കുറച്ച് മുന്നിൽ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റില്ല. എന്താ അടുത്തേക്ക് പോകാൻ പറ്റാത്ത കാരണം ഇത് അത്ര പരിചയമില്ല. അതെ, അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ആളിങ്ങനെ ഓടിപ്പോകണം നമ്മളെ കാണുമ്പോഴേ. അത് അവർക്ക് ഓൾറെഡി ഒരു ഇതുള്ളത് കൊണ്ട് അടുത്ത് നിൽക്കണതാണ്. നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഓടിപ്പോവാണ്. അപ്പോൾ നമ്മൾ ഫാമിൻ്റെ അകത്ത് വന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ചാണകം, കംപ്ലീറ്റ് ചാണകം കൂടെ ഉണക്കാട്ടിട്ടുണ്ട്. ഈ ചാണകം തന്നെ ഇവിടുത്തെ പശുക്കളുടെ തന്നെ ചാണകം ഇവിടുത്തെ ചെടികൾക്ക് തന്നെ വളമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഇത് ഈ ഫാമിൻ്റെ അകത്ത് നമ്മൾ വന്നു. അപ്പോൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ജാതിക്ക മരങ്ങൾ ഫുള്ളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര അതിമനോഹരമായിട്ട് കാഴ്ച ഉണ്ടാവില്ല. എല്ലാത്തുമ്മയും കായുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫാമിൻ്റെ ഉള്ളിൽ കുറച്ച് പീജിയൻസ് പ്രാവുകളുണ്ട്. അപ്പോൾ അതിലിവിടെ വെറൈറ്റി വരുന്നത് ബ്ലാക്ക് ഗ്രിസിൽഡ് ഫാൻറ്റെയിലുണ്ട്, ഓസ്ട്രേലിയൻ വൈറ്റ് ഉണ്ട്, പിന്നെ വൈറ്റ് ഫാൻറ്റെയിലുണ്ട്. അത് കുറച്ചും കൂടി കണ്ടോ, ഈ വൈറ്റ് കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല അതിൻ്റെ മുകളിലത്തെ ഹെഡൊക്കെ കണ്ടോ നല്ല രസമുണ്ട്. പിന്നെ ടെയിലും അതെ നല്ല രസമുണ്ട് കേട്ടോ, ഭംഗിയുണ്ട് കാണാൻ. നല്ല അങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റിയാണ്. ഇതൊരു ടൈപ്പ് ബേർഡാണ് കേട്ടോ. ഇതിൻ്റെ കളർ കണ്ടോ, ഒരു മൈൽഡ് ഒരു ടച്ച് ഉണ്ട് ഇതിന്. നല്ല ഒരു രസമുണ്ട് അതിൻ്റെ കണ്ടോ. അതിൻ്റെ തൂവലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സ്പെഷ്യൽ ബേർഡാണ്. ഇതൊരു സ്പെഷ്യൽ ഗോൾഡൻ പെസൻ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതൊക്കെ ഇതൊരു സ്പെഷ്യൽ ബേർഡാണ്. ഇത് കണ്ടോ, ഒരു നല്ലൊരു രസമുണ്ട് കേട്ടോ കാണാൻ. കളറും ഇതേ ഹെഡാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഹെഡും ടെയിലും മുട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ കുറച്ച് കോഴികളുണ്ട്. അത് ബ്രഹ്മയുണ്ട്, പിന്നെ ഗിനിക്കോഴി, പിന്നെ അത് വേണ്ട സാധാരണ നമ്മുടെ നാടൻ കോഴികളൊക്കെ ഉണ്ട്. അതിലൊരു രസമായിട്ട് അവർ ചെറിയ ചെറിയ നെറ്റുകളിലെ ബോക്സുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു യമൂണ് കേട്ടോ. വേണ്ട ആളിങ്ങനെ വളരെ സൈലൻ്റായിട്ട് കിടക്കും. കാലത്തെ എഞ്ചിട്ടല്ലോ. അപ്പോൾ ആൾ ഒന്ന് ഇങ്ങനെ എന്താ പറയുക ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആൾ റെസ്റ്റ് ചെയ്യുക. പിന്നെ ഇതേ അവിടെ താറാവുണ്ട് കേട്ടോ. വാത്തയാണ് കേട്ടോ. വാത്ത മുട്ട ഉണ്ടാവും. നല്ല സാധനം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കല്ലിങ്കൽ പ്ലാന്റേഷൻ ആൻഡ് ഫാം നഴ്സറി, അപ്പോൾ അതിൽ കുറച്ച് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ട് മാഡം. അപ്പോൾ നമുക്ക് ആ പ്രോഡക്ട്സ് എങ്ങനെയാണ് മാഡം പുറത്തേക്ക് ഇപ്പോൾ ഫാമേഴ്സിനൊക്കെ നേരിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഇവിടുന്ന് അങ്ങനെ ചെയ്യുന്നത്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? നമ്മളിവിടെ കൊടുക്കണം, നമ്മൾ മേടിച്ച് കൊടുക്കുന്നൊന്നുമില്ല. നമ്മുടെ പറമ്പിൽ എന്താണ് നമുക്ക് ഓർഗാനിക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ കുരുമുളക് ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് പെപ്പർ ഉണ്ട്, ജാതിക്ക കൊടുക്കും, ജാതി പത്രി കൊടുക്കും, ഗ്രാമ്പു കൊടുക്കും, മഞ്ഞൾപ്പൊടി നമ്മൾ ഇവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയായിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട്, വെച്ചൂർ പശു അല്ലെങ്കിൽ നാടൻ പശുക്കളുടെ പാല്, മോര്, എന്താ പറയുക നെയ്യ്, ഇതൊക്കെ ബുക്കിങ്ങിലാണെങ്കിൽ നമ്മൾ കൊടുക്കും. നെയ്ക്കൊക്കെ ബുക്കിംഗാണ്, ബുക്ക് ചെയ്യുമ്പം കൊടുക്കും. അപ്പോൾ നമുക്ക് നല്ല വിലയും കിട്ടുന്നുണ്ട്. ഇപ്പോൾ 1 കിലോ അല്ല 1 ലിറ്റർ പശു നെയ്ക്ക് നമുക്ക് 3000 രൂപ വെച്ച് നമുക്ക് വില തരുന്നുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് നമ്മൾ ഓർഗാനിക്കായിട്ട് ചെയ്യുന്നു ആൻഡ് അതിനൊരു മാർക്കറ്റും ഉണ്ട്. നമ്മൾ വാല്യൂ ആഡഡ് ആകുമ്പോൾ നമുക്കൊരു ബെറ്റർ ബെനിഫിറ്റ് കിട്ടുന്നതിൻ്റെ പേരിൽ നമ്മൾ അങ്ങനെയും ചെയ്യുന്നു. പിന്നെ അത്യാവശ്യം ചാണകം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകം കൊടുക്കുന്നു. നമ്മളെയും കൊണ്ട് എന്ത് ഉൽപ്പാദനം ഈ പറമ്പിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്.
ഓക്കെ മാഡം, പിന്നെ നേരത്തെ പറഞ്ഞിരുന്ന ഒരു പോയിന്റ്, ഇപ്പോൾ നമ്മൾ മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഇവിടെ കുറേ കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു സോക്കേഴ്സിൽ കുറേ അവാർഡ്സുകൾ കിട്ടിയിട്ടുണ്ട് ആൾക്ക്. അപ്പോൾ ആളിപ്പോൾ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ആളുടെ അവാർഡ്സ് അതിൻ്റെ കുറച്ച് ഇപ്പോൾ മാഡത്തിന് സപ്പോർട്ട്, മാഡത്തിന് ഇതിലേക്ക് കൊണ്ടു. മാഡം നേരത്തെ പറഞ്ഞു ടീച്ചറാണെന്നും പിന്നെ ഈ ഒരു ഫീൽഡിലേക്ക് മാഡത്തിന് ഹസ്ബൻഡാണ് ഇതിൽ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടെന്ന് ഇപ്പോൾ മാഡമാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത്. അപ്പോൾ ഈ അവാർഡ്സും അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവസാനം കിട്ടിയ അവാർഡ്സും ഇവിടെ എന്തൊക്കെയാണെന്നൊന്ന് മാഡം ഒന്ന് പറയാൻ പറ്റും? സിബ്ജേട്ടന് കിട്ടിയിട്ടുള്ള അവാർഡ് നമുക്ക് ഫസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടുന്നത് 2012 അവിടുന്ന് ഇങ്ങോട്ട് ഒരു എന്താ പറയുക, ദൈവം നമ്മളെ വളരെ നന്നായി അനുഗ്രഹിച്ച് നമുക്ക് ഇഷ്ടംപോലെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. 2 ടൈംസ് സിബ്ജേട്ടന് ബെസ്റ്റ് ഇന്നോവേറ്റീവ് ഫാർമർ ഓഫ് ഇന്ത്യയുടെ ഒന്ന് പ്ലാൻ ജീനോം സേവിയർ അവാർഡും പിന്നെ ലാസ്റ്റ് ഇയർ ആൾക്ക് കിട്ടിയ ജഗ്ജീവൻ രാം കിസാൻ പുരസ്കാരമാണ് ആൾക്ക് കിട്ടിയത്. അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് ആ ജഗ്ജീവൻ രാം കിസാൻ പുരസ്കാർ കിട്ടുന്നത്. പിന്നെ ഹി വാസ് ദ സ്റ്റേറ്റ് ബെസ്റ്റ് ഫാർമർ ഇൻ 2017. 2016 ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് സിബ്ജൻ കിട്ടിയിട്ടുണ്ട്. 3 ടൈംസ് ഹി വാസ് ദ ബെസ്റ്റ് ഫാർമർ ഓഫ് ദ ഡിസ്ട്രിക്ട്. നബാർഡിൻ്റെ ബെസ്റ്റ് ഫാർമറായിരുന്നു, പഞ്ചായത്തിലെ ബെസ്റ്റ് ഫാർമറായിരുന്നു. അങ്ങനെ നിരവധി അവാർഡുകൾ കാർഷിക മേഖലയിൽ ആൾ കരസ്ഥമാക്കിയിട്ടൊരാളാണ്. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ ചിന്തിക്കും നമുക്കൊരു ഈ ഒരു ഫാം നമുക്ക് ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഫാം ടൂറിസം അല്ലെങ്കിൽ റിസോർട്ടോ അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ കിട്ടിയപ്പോഴും വി സ്റ്റുഡ് ബൈ ഫാമിങ്. കാരണം വെച്ചാൽ കൃഷി എല്ലാവർക്കും ബിസിനസ് ചെയ്യാം, കൃഷി ചെയ്യാൻ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ കൃഷിക്ക് വേണ്ടിയിട്ടും പ്രകൃതിക്ക് വേണ്ടിയിട്ടും മാറ്റിവെച്ച ഞങ്ങളുടെ ജീവിതമാണ് ഈ കല്ലിങ്കൽ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞൊരു ഈ ഫാം. പിന്നെ സിബ്ജേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിബ്ജേട്ടൻ ജനിച്ചതും ജീവിച്ചതും ഇവൻ മരിച്ചതും ഒരു കൃഷി മേഖലയിലാണ് മരിച്ചിട്ടുള്ളത്. ആളുടെ മേത്ത് ഒരു മരത്തിൻ്റെ കൊമ്പ് ഒടിഞ്ഞ് വീണ് മരിക്കുകയാണ് ചെയ്തത് ഒരു ഫാമിൽ വെച്ചിട്ട്. അപ്പം അങ്ങനെ ഒരു വ്യക്തി എന്ന് പറഞ്ഞത് അതൊരു വലിയ എന്താ പറയുക, കല്ലിങ്കൽ പ്ലാന്റേഷൻ്റെ എല്ലാ ഹൈലൈറ്റും ആളാണ്. ആളുടെ മോട്ടിവേഷൻ, ഞാനൊരു ടീച്ചറായിരുന്നു, ഐ വാസ് വർക്കിംഗ് വിത്ത് ഡോൺ ബോസ്കോ. അവിടുന്ന് എന്നെ കൃഷിയിലേക്ക് കൊണ്ടുവന്നത് സിബ്ജേട്ടനാണ്. ആൾ പറഞ്ഞു തന്ന വഴികളിൽ ആൾ കൃഷി പഠിപ്പിച്ചുന്ന രീതികളാണ് നമ്മൾ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നും എനിക്ക് ഒരു മികച്ചതായിട്ട് എനിക്ക് കൃഷി കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കല്ലിങ്കൽ പ്ലാന്റേഷൻ്റെ കുറച്ച് കാഴ്ചകൾ എന്ന് വെച്ചാൽ ഫാം ആൻഡ് നേഴ്സറിയുടെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കണ്ടു. ഏകദേശം ഒരു 10 തൊട്ട് 25 ഏക്കറിൽ ഇത് ഇങ്ങനെ വിസ്തൃതിയിലേക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഷൂട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഓൾറെഡി ഞങ്ങളുടെ ഗോപ്രോൻ്റെ ചാർജും തീരാറായി. അപ്പോൾ കുറച്ച് നമുക്ക് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫാമും നേഴ്സറിയുടെ കുറച്ച് ക്ലബ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻസ് എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് രേഖപ്പെടുത്തുക. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്, കൊറോണയുടെ ഒരു ഇതാണല്ലോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൻ്റെ ജോബിൻ മാജിക് വേൾഡ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.